നേരത്തെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് പറയുന്നുണ്ടായിരുന്നു, സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളെ വളർത്താൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും മറ്റുള്ള കൺട്രീസിനെയും മറ്റുള്ള വ്യക്തികളെയും അനുകരിക്കാനാണ് നോക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഫാമിലി, അവർ ഒത്തിരി സാമ്പത്തികമുള്ള ഫാമിലിയൊന്നുമല്ല, പക്ഷേ അവിടെ 5 മക്കളുണ്ട്. ആ 5 കുട്ടികളും പെൺകുട്ടികളാണ്. മാത്രമല്ല കുട്ടികളെ വളർത്തി അവർ പഠിച്ചുകൊണ്ടിരിക്കലെയാണ് അവരുടെ അമ്മ മരിക്കുന്നത്. പിന്നെ അച്ഛനാണ് അവരെ വളർത്തിയത്. അപ്പോൾ അവരുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത കുട്ടികൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് താഴെയുള്ള കുട്ടികൾക്ക് വരുമ്പോഴും, പുസ്തകങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിട്ട് ചോദിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കും. അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ സന്തോഷത്തിന് യാതൊരു കുറവും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം അവരുടെ അപ്പൻ എങ്ങനെയാണ് അവരെ വളർത്തുന്നതെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അവരതിലോട് സാറ്റിസ്ഫൈഡ് ആണ്. അറ്റ് ദി സെയിം ടൈം എനിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട്, അത്യാവശ്യത്തിന് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്, ഒറ്റ മോളാണ്. അപ്പോൾ അവളുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത് ഷെയർ ചെയ്യാനായിട്ട് ഒരാളില്ല എന്നുള്ളതാണ്. അപ്പോൾ അവളുടെ പാരൻസിന് ഒരു കുട്ടി മതി എന്നുള്ളൊരു പോയിൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അവരങ്ങനെ വന്നത്. പക്ഷേ അവളൊട്ടും അവളുടെ ലൈഫിൽ ഹാപ്പി അല്ലായിരുന്നു. കാരണം ഒരുപാട് പൈസയുണ്ട്, പക്ഷേ എന്നിരുന്നാൽ പോലും എന്താ പറയുക, ആ ഒരു രീതിയിൽ വളരാനായിട്ട് അവൾക്ക് സാധിച്ചില്ല. അപ്പോൾ നമ്മൾ മറ്റൊരാളെ അനുകരിച്ച് ജീവിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഹാപ്പി ആവില്ല.